വയനാട്ടിലെ ദുരന്തഭൂമിയിൽ പ്രതിഷേധം. പുനരധിവാസം വൈകുന്നതിൽ പ്രതിഷേധിച്ച് കുടിൽ കെട്ടി സമരത്തിനൊരുങ്ങിയവരെ പോലീസ് തടഞ്ഞു. അർഹരെ പട്ടികയിൽ ഉൾപ്പെടുത്താമെന്ന ഉറപ്പിനെ തുടർന്ന് സമരം തൽക്കാലത്തേക്ക് അവസാനിപ്പിച്ചു. പുനരധിവാസം വൈകുകയാണെന്നും അർഹർ ഗുണഭോക്തൃ പട്ടികയ്ക്ക് പുറത്താണെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു ദുരന്തബാധിതരുടെ പ്രതിഷേധം. ചൂരൽമലയിൽ കുടിൽകെട്ടി സമരം ചെയ്ത പ്രതിഷേധക്കാരെ പോലീസ് തടഞ്ഞു. പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ സംഘർഷമുണ്ടായി. ഉന്തും തള്ളും നടന്നു. ബെയിലി പാലം കടന്നുപോകാൻ പ്രതിഷേധക്കാരെ പോലീസ് അനുവദിച്ചില്ല. അർഹരെ പട്ടികയിൽ ഉൾപ്പെടുത്താമെന്ന ഉറപ്പിൽ സമരം തൽക്കാലത്തേക്ക് അവസാനിപ്പിച്ചു. യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാതെയാണ് സർക്കാരിന്റെ പ്രവർത്തനമെന്ന് പ്രദേശവാസി ആരോപിച്ചു. ഇപ്പോഴും അപാകതയുണ്ട്. വലതുഭാഗത്തുള്ള വീടും ഇടതുഭാഗത്തുള്ള വീടുമുണ്ട്. നടുക്കുള്ള വീടുകൾ കൊടുക്കുന്നില്ല. ഇവിടെ ഒരു സുബൈദ എന്ന് പറഞ്ഞ ഈ ടൗണിൽ തന്നെ താമസിക്കുന്ന ഇബ്രാഹിമിന്റെ ഭാര്യയ്ക്ക് ഇതുവരെ ആ ലിസ്റ്റിൽ പെട്ടിട്ടില്ല. അസീസിനൊക്കെ വീട്ടിൽ താമസിക്കുന്ന ഉരുൾ മുഴുവനായിട്ട് എടുത്തിട്ട് പോയ വീടാണ്. അവരുടെ ഒന്നും ഈ ലിസ്റ്റിൽ വന്നിട്ടില്ല. ഗ്രൗണ്ടിനകത്ത് വന്നിട്ട് റിയാലിറ്റി എടുക്കണ്ടേ? എവിടെയെങ്കിലും ഓഫീസിനകത്ത് ഇരുന്നിട്ട് ആരെങ്കിലും പറഞ്ഞു തരുന്ന ലിസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ അപാകത വന്നുകൊണ്ടേയിരിക്കുമല്ലോ. ദുരന്തബാധിതരുടെ രണ്ടാംഘട്ട കരട് പട്ടിക തയ്യാറായി. കരട് പട്ടികയിൽ 81 കുടുംബങ്ങളെ ഉൾപ്പെടുത്തി. വാസയോഗ്യമല്ലാത്ത വീടുകൾ ഉൾപ്പെടുന്നവരുടെ ലിസ്റ്റാണ് പ്രസിദ്ധീകരിച്ചത്. ടൌൺഷിപ്പിൽ ഇതോടെ 323 കുടുംബങ്ങളായി. കേരള വിഷൻ ന്യൂസ്, വയനാട്.